നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. മഴവിൽ മനോരമ ചാനലിലെ ജനപ്രിയ പരിപാടിയാണ് ഉടൻ പണം. സ്കൂളിലോ കോളേജിലോ അതുപോലുള്ള മറ്റു പൊതു ഇടങ്ങളിലോ വെച്ച് നടത്തുന്ന രസകരമായ ഗെയിം ഷോ. ഉടൻ പണത്തിന്റെ എപ്പിസോഡുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുക പതിവാണ്. ഒരു എപ്പിസോഡിൽ മത്സരിച്ച തലശ്ശേരിക്കാരെ സനയെ സോഷ്യൽ മീഡിയ കുറച്ചുനാൾ ആഘോഷമാക്കിയിരുന്നു. RJ മാത്തുക്കുട്ടിയും കലേഷുമാണ് പരിപാടിയുടെ അവതാരകർ. എന്നാൽ ഉടൻ പണവും അവതാരകരും സോഷ്യൽ മീഡിയ രൂക്ഷ വിമർശനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് രസകരമായ ടാസ്കുകളാണ് ഉടൻ പണത്തിൽ നൽകുക. ആ കൂട്ടത്തിൽ ക്വിസ് പരിപാടി ഉൾപ്പെടെയുണ്ട്. ഉത്തരം ശരിയാണ് എങ്കിൽ ATM മെഷീനിൽ നിന്ന് പണം ലഭിക്കും. പൊതുവെ കാണികളേറെയുള്ള പരിപാടിയുടെ 84ാം എപ്പിസോഡാണ് വിവാദത്തിലായിരിക്കുന്നത്. എറണാകുളം സ്വദേശിനി ആൻസി കുര്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. 84ാം എപ്പിസോഡിൽ മത്സരിച്ച പറവൂർ സ്വദേശിനി ഷാഹിനെ അവതാരകരിൽ ഒരാളായ മാത്തുക്കുട്ടി മനഃപൂർവ്വം പുറത്താക്കിയെന്നും കൂടുതൽ പണം ഷാഹിന നേടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അത് എന്നുമാണ് ആരോപണം. ആൻസിയുടെ പോസ്റ്റിന് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻസി M കുര്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്: ചാനൽ പ്രവർത്തകരെ, ഇച്ചിരി ഉളുപ്പുണ്ടോ? ഉടൻ പണം അവതരിപ്പിക്കുന്ന മാത്തുക്കുട്ടിയെ കുറിച്ച് അല്പം കൂടി സത്യസന്ധത പ്രതീക്ഷിച്ചിരുന്നു. പറവൂർക്കാരി കൊച്ചിനോട് ഇവർ ചെയ്ത് വളരെ മോശമായി പോയി. MITയിൽ സഞ്ചരിക്കുന്ന ആസ്മ രോഗിയായ പിതാവുള്ള വളരെ സാധാരണക്കാരായ കുടുംബത്തിലെ ഈ കുട്ടി അച്ഛന്റെ ജോലി ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ പറവൂർ ശൈലിയിൽ വിളിച്ചു പറഞ്ഞു. ചങ്കൂറ്റവും കലർപ്പുമില്ലാത്ത പിതൃസ്നേഹവും തെളിച്ചിരുന്നു. എളുപ്പം പുറത്താകുമെന്ന് കരുതിയ ഇവൾ ഒരു ലൈഫ് ലൈൻ പോലും എടുക്കാതെ മുന്നേറിയപ്പോൾ വളരെ നീചമായ മാർഗത്തിലൂടെ ഡാൻസ് കളിപ്പിച്ച് ശരിയായില്ലെന്ന് വരുത്തി പുറത്താക്കുകയായിരുന്നു മാത്തുക്കുട്ടി. ലൈഫ് ലൈൻ എടുക്കാതെ 50,000 കിട്ടിയാൽ അടുത്ത 2 ചോദ്യങ്ങൾക്ക് ലൈഫ് എടുക്കുകയും അവസാന ചോദ്യത്തിൽ പിന്മാറിയാൽ പോലും 1 ലക്ഷം കിട്ടുകയും ചെയ്യും. എന്നാൽ ഓരോ എപ്പിസോഡിലും പരമാവധി ചെലവാക്കേണ്ട തുക ആദ്യമേ അവതാരകർക്ക് നിർദ്ദേശമുണ്ട്. അതിനപ്പുറമെന്ന് പോകുമെന്ന് പേടിച്ചാണ് ഈ പിതൃശൂന്യ പ്രവർത്തനം മാത്തുക്കുട്ടി ആൻഡ് ടീം നടത്തിയത്. ഇവരുടെ താളത്തിനനുസരിച്ച് തുള്ളിയിട്ടും അതിസാധാരണക്കാരിയായ 16കാരുടെ റേറ്റിംഗ് പരമാവധി അവളെ ഉപയോഗിച്ച ശേഷം 2.25 ലഭിക്കാൻ വേണ്ടി നൈസായി ഒഴിവാക്കിയത് ഒറ്റ അർത്ഥത്തിൽ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അവൾ കറക്റ്റായ ഉത്തരം പറഞ്ഞ മുൻ ചോദ്യങ്ങളിൽ പോലും ലൈഫ് എടുത്തു തീർക്കാൻ നിർബന്ധിക്കുന്നുണ്ട് മാത്തുക്കുട്ടി എന്നതിനാൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. ഡാൻസ് ആകട്ടെ ലൈഫ് എടുക്കാമെന്ന് പുറത്താക്കിയ ശേഷമാണ് പറയുന്നത് പോലും. മാത്തുക്കുട്ടി താങ്കൾ മാന്യനാണെങ്കിൽ നിഷ്കളങ്കയായ ആ കുട്ടിയോട് മാപ്പ് പറയുക, അല്ലെങ്കിൽ ഇനിയും ഇത്തരം മഴവിൽ വൃത്തികേടുകൾ തുടരുക. പ്രേക്ഷകർ വിഡ്ഢികളല്ല എന്ന് ചാനൽ പ്രവർത്തകർ ഓർക്കാൻ വേണ്ടിയെങ്കിലും ദയവായി ഈ പോസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.